ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ ദിലീപിന്റെ വീടാണ് കാണിക്കുന്നത്. ദിലീപിന്റെ വീട്ടിൽ ദിലീപിന്റെ അമ്മയും അച്ഛനും പിന്നെ രണ്ട് ബന്ധുക്കളായിട്ട് ആരും ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ഗംഗപ്രസാദിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഒരുത്തൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കൊണ്ട് തന്നെ അവനോട് ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ട എന്ന്. പിന്നെ ഇന്ന് അവന്റെ ബർത്ത്ഡേയും കൂടിയല്ലേ, അപ്പോൾ കൂട്ടുകാരന്മാർക്ക് അവളെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയം തന്നെ ദിലീപിന്റെ കൂട്ടുകാരും മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ സമയത്ത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലടാ ഇപ്പൊ പോകണ്ട എന്ന്. അതെ, ഒരുത്തൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ കാര്യം മറക്കണ്ട. പിന്നെ തന്നെയല്ല, നിനക്ക് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നത്. നീ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു നിന്നവനാണ്. പിന്നെ ഞാനിതിന് സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് മറ്റൊരു മരുമകളെ കിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ സമ്മതിക്കുന്നത്. ഓ, സമ്മതിച്ച് എന്നിങ്ങനെ ദിലീപ് പറയുന്നുണ്ട്. അതെ, പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ വേഗം ഇങ്ങോട്ട് വരണം കേട്ടോ എന്ന് പറയുമ്പോൾ അമ്മ എന്തിനാ പേടിക്കുന്നത് എന്ന് ദിലീപിന്റെ ഫ്രണ്ട്സ് ചോദിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇല്ലേ, അതെ, ആരുണ്ടായിട്ടും കാര്യമില്ല. അവന് കൊല്ലാൻ വേണ്ടി നടക്കുന്നവനാണ്, അതുകൊണ്ട് അവനെ പേടിക്കണം. അപ്പൊ ശരിയെന്നാ, ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്നും ഇറങ്ങുകയാണ്. അതേ സമയത്താണെങ്കിലും ഗംഗപ്രസാദ് അവൻ ആ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കാണ്, വാഴല തോളിലും വെച്ചിട്ട് വാഴലയുടെ കെട്ട്. അങ്ങനെ ആ സമയത്ത് അവന് ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ദിലീപിന്റെ കൂട്ടുകാരും കാറും എടുത്ത് ഇങ്ങോട്ട് വരികയാണ്. പെട്ടെന്ന് അവൻ അവിടെ മറഞ്ഞു നിൽക്കുകയും കാർ അപ്പുറത്തെ സൈഡിൽ കൂടെ പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ വേഗം തന്നെ ഗംഗപ്രസാദ് അകത്തേക്ക് കടക്കുകയാണ്. അങ്ങനെ പയ്യെ ഒരു ചെറിയൊരു ഞൊണ്ടലൊക്കെ ഉണ്ട് കാലിന്. അതുപോലെ തന്നെ ശബ്ദം ഗംഗപ്രസാദിന്റെ ശബ്ദമല്ല, മറ്റൊരു സ്വരത്തിലാണ് അവൻ സംസാരിക്കുന്നത്. അങ്ങനെ അവൻ പതിയെ വരികയാണ്. അപ്പോഴും ഇവർ ഈ പറയുന്ന ഗംഗയെ കുറിച്ചൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇലയുമായിട്ട് അകത്തേക്ക് വരികയാണ്. ഹാളിലേക്ക് ഇവരുടെ അരികിലേക്ക് തന്നെയാണ് അവൻ എത്തുന്നത്. ആരാ എന്ന് ചോദിക്കുന്നുണ്ട് ദിലീപിന്റെ അച്ഛൻ. അപ്പൊ ആ സമയത്ത് ഇവിടേക്ക് ഇല വേണമെന്ന് പറഞ്ഞിരുന്നു, വാഴല എന്ന് പറയുമ്പോൾ അത് ശരിയാണ്, ഞങ്ങളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഇല എത്തിയില്ലല്ലോ എന്ന്. അപ്പോൾ അവിടേക്ക് വെച്ചോ അകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദിലീപ് അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് അടുക്കളയിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ വെക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ദിലീപിൻ്റെ അമ്മ പറയുന്നത്, അവനെ ഞാൻ ഈ കല്യാണത്തിനോട് എനിക്ക് എതിർപ്പായിരുന്നു, പക്ഷെ അവൻ ഇത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കാട്ടിൽ കയറിയിട്ട് ആ മൂപ്പനെ, നിരപരാധിയായ മൂപ്പനെയിലെ അവൻ കൊന്നു കളഞ്ഞത്. അപ്പോൾ ബന്ധുക്കൾ പറയുന്നുണ്ട്, അത് ശരിയാണ്, ഗുണ്ടകളായിട്ട് ശത്രുക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കിടന്ന ഉറക്കം വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അവൻ ആ ഇല അവിടെ വെച്ചിട്ട് പയ്യെ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് അവരോട് പറയുന്നത്, എന്നാൽ ശരി സാറേ ഞാൻ പോകട്ടെ എന്ന് പറയുമ്പോൾ എല്ലാ പൈസ വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. അത് കടയിൽ കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അത് വേണ്ട, അതെന്തിനാ അങ്ങനെ ചെയ്യുന്ന, എപ്പം തന്നെ തരാമെന്ന് പറയുകയാണ്. എത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോൾ 500 എന്നാണ് പറഞ്ഞത് എന്ന് ഗംഗ പറയുമ്പോൾ ദിലീപിന്റെ അച്ഛൻ എഴുന്നേറ്റ് നിന്ന് ജുബയുടെ പോക്കറ്റിൽ നിന്ന് 600 രൂപ എടുത്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, 100 രൂപ നിങ്ങൾ വെച്ചോ എന്ന് പറയുന്നുണ്ട്. ശരി, താങ്ക് യു, ഓക്കെ സാർ എന്നും പറഞ്ഞ് അവനെ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ആർക്കും ഒരു സംശയവും ആ സമയത്ത് തോന്നുന്നില്ല, അവരവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന ബന്ധുക്കൾ ഇങ്ങനെ പറയാണ്, അത് അല്ല, അവൻ പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല, ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കിടന്നാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാം, പക്ഷെ അവൻ വരാതെ ഉറക്കം വരില്ല എന്ന് പറയുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണെന്ന് ദിലീപിൻ്റെ അച്ഛനും മറുപടി പറയുകയാണ്. അങ്ങനെ ഗംഗയാണെങ്കിൽ അപ്പുറത്ത് കൂടെ, അതായത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ബാക്ക് സൈഡിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിലൂടെ പയ്യെ മുകളിലേക്ക് കയറുകയും ഒരു റൂമുണ്ട്. ആ റൂം ലോക്കാണ് കിടക്കുകയാണ്. അപ്പോൾ അവൻ്റെ കയ്യിലുള്ള ആ ഒരു കമ്പി കൊണ്ട് അത് കുത്തി തുറക്കുകയും അവൻ മനസ്സിൽ കരുതുന്നുണ്ട്, ഏത് പൂട്ടും ഈ ഗംഗയ്ക്ക് മുന്നിൽ തുറക്കപ്പെടുമെന്ന് മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ അവൻ അത് തുറക്കുകയാണ്. അങ്ങനെ തുറഞ്ഞതിന് ശേഷം അകത്തേക്ക് കടക്കുകയും അപ്പോൾ അവൻ ചെല്ലുന്നത് അവൻ നേരത്തെ പോയ ആ അടുക്കളയിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തുന്നുണ്ട് അവൻ. അതിനുശേഷമാണെങ്കിൽ അവനവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും ഈ പറയുന്ന ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചെറിയ പരിപാടിയൊന്നുമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ ബന്ധു. അതായത് ഒരു ഭാര്യയും ഭർത്താവുമാണ് ഇരിക്കുന്നത്, ഭർത്താവാണ് ചോദിക്കുന്നത്. അപ്പോൾ ദിലീപിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, മനസ്സിലായി, ദിലീപ് ലിക്കറൊന്നും കഴിക്കില്ലെങ്കിലും എല്ലാതും അവനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, നമുക്ക് അതൊക്കെ ഉണ്ടോ എന്നിങ്ങനെ പറയുകയാണ്. പെട്ടെന്നാണ് ഗംഗയുടെ കൈ തട്ടിയിട്ട് ഒരു പാത്രം താഴെ വീഴുന്നത്. അപ്പോൾ ദിലീപിൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്താ അത്, അയ്യോ ഒരുത്തൻ പാഞ്ഞു നടക്കുകയാണ്, ആരെങ്കിലും അകത്ത് കയറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഗംഗയാണെങ്കിൽ ആ ഫ്രിഡ്ജിൻ്റെ
അവിടെ ഇരിക്കുന്ന ഫ്രിഡ്ജിൻ്റെ മറവിൽ അങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പം അമ്മ ചെന്ന് എല്ലായിടത്തും നോക്കുന്നുണ്ട് മറവിൽ. അവന് ഫ്രിഡ്ജിൻ്റെ മറവിലായതുകൊണ്ട് തന്നെ അവനെ കാണുന്നില്ല. അങ്ങനെ അതിനുശേഷം തിരികെ വരികയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർത്തികയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇവളുടെ മുഖം, അതായത് അമലുവിൻ്റെ മുഖം അപ്പോഴും ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് കല്യാണി, അമലു ഈ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞാൽ അടുത്തത് നിൻ്റെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാദംബരിയും പറയാണ്, അതെ അത് ശരിയാണ്, അവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം മലദേവതയുടെ മുന്നിൽ താലി കെട്ടിയതിന് ശേഷം ഇങ്ങോട്ട് വരാം, എന്നിട്ട് ഇവിടെ നമുക്ക് നല്ല അടിപൊളി റിസപ്ഷൻ നടത്താം. എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നാൽ 19 പേരെ കൊണ്ടുവന്നാൽ ഇവിടെ പ്രശ്നമില്ല, ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്, ഇവിടെ നിൽക്കാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അമലിൻ്റെ മുഖം തെളിയുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഇവൾക്ക് ഇപ്പോഴും വിഷമമാണല്ലോ എന്നിങ്ങനെ നമ്മുടെ കാദംബരി പറയുകയാണ്. കാദംബരി പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, എന്തായാലും അവനെ സ്നേഹിച്ചു പോയി, അതൊരു തെറ്റ് തന്നെയാണ്, കൂടെയുള്ളവനെ മറന്ന്, കൂടെ ഒരുത്തൻ സ്നേഹിക്കാനുണ്ടായിട്ട് അവനെ മറന്ന് സ്നേഹിച്ചതിൻ്റെ പാപമാണ്, മലദേവത തന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അബദ്ധങ്ങളൊന്നും പറ്റിയില്ലല്ലോ, അതൊരു ഭാഗ്യമായല്ലോ എന്നിങ്ങനെ കാർത്തിക പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കല്യാണിയും അതുപോലെ നമ്മുടെ അമലും കൂടി മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കാർത്തികയെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ കിരണും കൂട്ടരും അവരങ്ങനെ പുറത്തങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഈ വീടിന് മുറ്റം തീരെ ഇല്ലല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അമ്മയോടും മകളോടും നല്ലൊരു വീട് നോക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട വീട് ഇതാണ്. അപ്പോൾ അവിടെ ഹരിസാറും ഉണ്ട്, അതുപോലെ രതീഷും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അതെ, എന്തായാലും പുതിയൊരു വില്ല നമ്മൾ പണിയുന്നുണ്ടല്ലോ, അവിടെ ഇവർക്കുള്ള വീട്ടിൽ നല്ല മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, ഈ വീട്ടിൽ പന്തലിടാനൊരു സൗകര്യമില്ലാത്ത പോലെ ആയില്ലേ എന്നിങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുന്ന നേരം തന്നെ ഈ പറയുന്ന ദിലീപിൻ്റെ കൂട്ടുകാരും കൂടി വരികയാണ്. അപ്പോൾ അവർ വന്ന് നേരെ ഷെയ്ക്കൻ്റെയൊക്കെ കൊടുത്ത് അപ്പോൾ അവിടേക്ക് നമ്മുടെ ഇവള് വരികയാണ്. ലക്ഷ്മി അമ്മ വരുന്നുണ്ട്. നിങ്ങൾ എത്തിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, കാർത്തികയെ വിളിച്ചോ എന്ന് പറയാണ്. ശരി എന്നും പറഞ്ഞിട്ട് അവർ അകത്തേക്ക് പോകുന്നുണ്ട്. ഇവരെല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് കേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവരങ്ങനെ നേരെ വരികയാണ്. നേരെ കാർത്തികയും അതുപോലെ ദിലീപും കൂടിയിട്ട് ഒന്നിച്ചാണ് ആ കേക്ക് മുറിക്കുന്നത്. അങ്ങനെ പരസ്പരം അവർ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട് ആ കേക്ക്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന ഗംഗയെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഗംഗയാണെങ്കിൽ അവരുടെ, അതായത് ഇപ്പം ഈ അടുക്കളയിൽ നിന്ന് അവരുടെ ബെഡ്റൂമിലേക്ക് എത്തുകയാണ് ഈ നമ്മുടെ ദിലീപിൻ്റെ. എന്നിട്ട് അങ്ങനെ പറയുന്നുണ്ട്, അവളുടെ പ്രാണനാഥൻ്റെ ബെഡ്റൂമാണിത്, എന്തായാലും പ്രാണനാഥൻ്റെ പ്രാണൻ പോകുന്ന സമയത്ത് അവൾ നെഞ്ചത്തടിച്ച് കരയുന്നത് എനിക്ക് കാണണം, ഇവൻ ഒരിക്കലും എൻ്റെ ശത്രുവല്ല, പക്ഷേ അവളെ സ്നേഹിച്ചു, അവളെ കെട്ടാൻ ഇവൻ സാഹസം കാണിച്ചു, അതാണ് എനിക്ക് എൻ്റെ ശത്രുവായി മാറിയത്, ഇനി അവൻ ജീവിച്ചിരിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിട്ട് നേരെ അവരെ ബെഡ്റൂമിൻ്റെ കട്ടിലുണ്ടല്ലോ, കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ അവനിങ്ങനെ കിടക്കുകയാണ്, മലർന്ന് അങ്ങനെ കിടക്കുന്നുണ്ട്, ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഇവിടെയാണെങ്കിലും എല്ലാവരോടും യാത്ര പറഞ്ഞ് ദിലീപ് നിൽക്കണം, എന്നാൽ പോയിട്ട് വരാമെന്നും പറയുന്ന സമയത്ത് അമ്മൂമ്മ പറയുന്നുണ്ട്, അതേ മോനെ പോകുന്നത് കൊള്ളാം, ശ്രദ്ധിക്കണം കേട്ടോ, ഒരുത്തൻ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മരണം ആർക്കായാലും ഉണ്ടാകും അമ്മൂമ്മ, അത് നമ്മളിങ്ങനെ പേടിച്ചിട്ട് എന്താ കാര്യം, ഭീഷണി എല്ലാവർക്കും ഉണ്ട്, നമ്മളെ ഭരിക്കുന്ന ആൾക്കാർക്ക് വരെയും ഇല്ലേ, അതുകൊണ്ട് എനിക്കതിൽ പേടിയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞവരങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗത്തോട് കൂടിയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.